നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിപ്പൂർ വീരനായിക ഇറോം ശർമിളയ്ക്ക് പഴഞ്ഞി MD കോളേജിൽ രാജകീയ സ്വീകരണം. കാട്ടകാമ്പാൽ യൂത്ത് സമ്മിറ്റ് 2017 ഇന്നോടെ സമാപനം. ആർത്താറ്റ് ബാവ പള്ളിയിലേക്ക് കാൽനട തീർത്ഥാടകരുടെ പ്രവാഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ മത്സരങ്ങൾ പഴഞ്ഞി MD കോളേജിൽ തുടരുന്നു. പെങ്ങാമുക്ക് GLP, കൊരട്ടിക്കര GUP സ്കൂളുകളിൽ മികവുത്സവം നടന്നു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. മണിപ്പൂർ വീരനായിക ഇറോം ശർമിളയ്ക്ക് പഴഞ്ഞി MD കോളേജിൽ രാജകീയ സ്വീകരണം. മണിപ്പൂർ വീരനായിക ഇറോം ശർമിളയ്ക്ക് പഴഞ്ഞി MD കോളേജിൽ രാജകീയ സ്വീകരണം നൽകി. കോളേജിൽ നടക്കുന്ന ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇറോം ശർമിള എത്തിയത്. മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെത്തിയ ഇറോം അട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ബേബി ജോസഫ്, കോളേജ് യൂണിയൻ അംഗങ്ങൾ എന്നിവർ ഇറോം ശർമിളയെ സ്വീകരിക്കുകയും കോളേജിന്റെ ഉപഹാരം നൽകുകയും ചെയ്തു. ത്യാഗനിർഭരമായ സമരം നയിച്ച ഇന്ത്യയുടെ ഉരുക്കു വനിത ശ്രീ ഇറോം ശർമിളയ്ക്ക് ആവേശകരമായ സ്വാഗതം ഈ കലാലയത്തിൽ നൽകുന്നു. നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് proud of the students. MD കോളേജ് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ശ്രീ ഗോപിനെ ക്ഷണിക്കുന്നു. കാട്ടകാമ്പാൽ യൂത്ത് സമ്മിറ്റ് 2017 ഇന്നോടെ സമാപനം. നെഹ്റു യുവകേന്ദ്ര കാട്ടകാമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ 4 ദിവസമായി തുടർന്നു വന്നിരുന്ന കാട്ടകാമ്പാൽ യൂത്ത് സമ്മിറ്റ് 2017 സമാപിച്ചു. സമാപന സമ്മേളനം കാട്ടകാമ്പാൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K ജയശങ്കർ അധ്യക്ഷനായിരുന്നു. തലപ്പള്ളി താലൂക്ക് കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, കുന്നംകുളം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK മുരളി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ KA ജ്യോതിഷ്, കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം ശ്രീ വിജയഗോപി, നെഹ്റു യുവകേന്ദ്ര അംഗങ്ങളായ ശ്രീ ജെയിൻ ജോർജ്, നന്ദകുമാർ, ശ്രീ NM റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മാർച്ച് 14 തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാറാണ് യൂത്ത് സമ്മിറ്റ് 2017 ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രശസ്തരായവർ ക്ലാസുകൾ എടുത്തു. തിരുവനന്തപുരം അമാസ് അക്കാദമിയുടെ സാഹസിക പ്രകടനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുമായി നടത്തിയ വിനോദയാത്ര, കാട്ടകാമ്പാൽ ചാരിറ്റബിൾ അംഗം കൂടിയായ സോണി സക്രിയയുടെ മാജിക് എന്നിവയും ക്യാമ്പിന്റെ തിളക്കം വർദ്ധിപ്പിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ ശ്രീ സെയ്ദ് ഹാരിസിന്റെ ജീവിത പ്രതിസന്ധികളിലൂടെ എങ്ങനെ മറികടക്കാം എന്ന മനോഹരമായിട്ടുള്ള ക്ലാസ് എടുത്തുകൊണ്ട് ഈ ക്യാമ്പിലെ പ്രതിനിധികൾക്ക് ഒരുപാട് അറിവുകൾ അദ്ദേഹം പകർന്നു നൽകി. 3ാമത്തെ ദിവസം തുടങ്ങിയത് കാട്ടകാമ്പാലിൽ നിന്നുള്ള ശ്രീ മുരളിയുടെ യോഗയുടെ നല്ല ക്ലാസ്സോട് കൂടി തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം അമാസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള അരുവായിയിലെ ആ വലിയ പുഴയുടെ നടുവിലൂടെ റിവർ വാലി ക്രോസിംഗ് എന്ന
മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിസാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നേരിൽ കാണുവാനും ഈ ക്യാമ്പ് പ്രതിനിധികൾക്കും അത് വീക്ഷിച്ച നമ്മുടെ പ്രദേശത്തെ നാട്ടുകാർക്കുമൊക്കെ അതിൽ പങ്കാളികളാകുവാനും സാധിച്ചു. കാട്ടകമ്പ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പോർട്സായാലും എല്ലാ മേഖലകളെയും കോർത്തിണക്കിക്കൊണ്ട് ആർത്താറ്റ് ബാവ പള്ളിയിലേക്ക് കാൽനട തീർത്ഥാടകരുടെ പ്രവാഹം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ഓർമ്മ പെരുന്നാൾ നാളെ സമാപിക്കും. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ എൽദോ എം ജോയ്, ട്രസ്റ്റി PM കുഞ്ഞുമോൻ, സെക്രട്ടറി PC താരുകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് വിശ്വാസികൾ തീർത്ഥയാത്രയിൽ പങ്കെടുത്തു. ചാലിശ്ശേരിയിലെ വിവിധ കുരിശുംതൊട്ടികളിലും കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, അഗതിയൂർ, താഴത്തെപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷവും വൈകിട്ട് 6-ന് തീർത്ഥയാത്ര ബാവയുടെ കബറിങ്കൽ എത്തിച്ചേർന്നു. ആർത്താറ്റെ സിംഹാസനപ്പള്ളിയിൽ കബറടങ്ങിയ ഒസ്താത്തിയോസ് ശ്രീബ ബാവയുടെ 87ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് തീർത്ഥാടനം നടത്തിയത്. ആർത്താറ്റ് പള്ളിയിൽ ഇന്ന് വൈകിട്ട് അനുസ്മരണ സമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ നടന്നു. നാളെ രാവിലെ പെങ്ങാമുക്ക്, പാറന്നൂർ, വൈശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ രാവിലെ പള്ളിയിൽ എത്തിച്ചേരും. രാവിലെ 7-ന് ക്രിസോസ്റ്റമോസ് മാർക്കോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. കബറിങ്കൽ ധൂപപ്രാർത്ഥന, ആശീർവാദം, നേർച്ച, സദ്യ എന്നിവയും ഉണ്ടാകും. 9-15-ന് എയ്ഡ് ഫോർ ഫിസിക്കലി ചലഞ്ചഡ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 3 പേർക്ക് കൃത്രിമ കാലുകൾ വിതരണം ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ മത്സരങ്ങൾ പഴഞ്ഞി MD കോളേജിൽ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഡീസോൺ മത്സരങ്ങൾ പഴഞ്ഞി MD കോളേജിൽ തുടരുന്നു. ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. കലോത്സവത്തിലെ ഓഫ് സ്റ്റേജ് ഇനങ്ങളും ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളുമാണ് പഴഞ്ഞി MD കോളേജിൽ നടക്കുന്നത്. മറ്റുള്ള സ്റ്റേജ് മത്സരങ്ങൾ 19-ാം തീയതി മുതൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വെച്ച് നടക്കും. കള്ളിനു മണ്ണിനു പെണ്ണിനുമൊക്കെ എന്നെ ഉയർത്തി കാട്ടുവതെന്റെ ജീവനെടുത്തത് പോരാഞ്ഞിട്ടോ ഇനിയും അതിൻ കൊടി തീരാഞ്ഞിട്ടോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്,
ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446145776, 9446145778. വാർത്തകൾ തുടരുന്നു. പെങ്ങാമുക്ക് GLP, കൊരട്ടിക്കര GUP സ്കൂളുകളിൽ മികവുത്സവം നടന്നു. പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന മികവുത്സവം ശ്രദ്ധേയമായി. വിദ്യാലയത്തിലെ ജൂൺ മുതൽ മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുകയും അധ്യാപകർ പ്രബന്ധാവതരണം നടത്തുകയും ചെയ്തു. വാർഡ് മെമ്പർ ശ്രീമതി വിജയ ഗോപി, BRC കോർഡിനേറ്റർ ആതിര ടീച്ചർ, നാരായണൻകുട്ടി മാസ്റ്റർ, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലും മികവുത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അടുത്ത വർഷം നല്ലൊരു അധ്യയന വർഷം കാഴ്ചവെക്കാൻ കുട്ടികൾ കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസ രീതിയിൽ നമുക്കറിയാം. പാഠ്യ വിഷയത്തിനപ്പുറം പാഠ്യേതര വിഷയങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് പരീക്ഷകളിൽ ചോദ്യപേപ്പർ വരുന്നത്. മുന്നേകൾ പഠനത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വരുന്നത്. ഇന്ന് പാഠ്യ ബുക്കുകൾക്കും അതുപോലെ പാഠ്യേതര വിഷയങ്ങൾ എല്ലാ കാര്യങ്ങളും സാമൂഹികപരമായി ഭൗതികപരമായി എല്ലാം പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു പേപ്പറാണ് കുട്ടികൾക്ക്, ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പരീക്ഷയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വരുന്നത്. എല്ലാം UP തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. സ്വകാര്യ ബസ്സുകളുടെ ഗ്ലാസുകൾ തല്ലിത്തകർത്താലും സർക്കാർ വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി കൺസെഷനെ സർക്കാർ സബ്സിഡി അനുവദിക്കണം. മോദി സർക്കാർ വർദ്ധിപ്പിച്ച ഡീസൽ വില കുറയ്ക്കണം. ബസ് ക്ലീനർ തസ്തിക ഒഴിവാക്കി ചിലവ് ചുരുക്കി ബസ് സർവീസ് ലാഭകരമാക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PB സദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ആൻഡോ ഫ്രാൻസിസ്, മേഖലാ സെക്രട്ടറി ഷാജഹാൻ, ജോഷി, മുകേഷ്, ആൻഡോ, ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ബസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നിലുള്ള ബസിന്റെ സമയമെടുക്കുന്നതിനും അതിനുശേഷം സമയമെടുത്ത് ഒറ്റ സർവീസുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിനും അതിനുവേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും അതിന് വേണ്ടുന്നതായ കായബലം കൊടുക്കുന്നതിനുമുള്ള ഒരു സംഘടനയല്ല ബസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ സംഘടനകളുടെ നിലപാടെന്താണ്? ഈ നിലപാട് അവർക്ക് എവിടെയാണ് രൂപപ്പെടുത്താൻ സാധിക്കുന്നത്? ആധികാരികമായി ഏത് മേഖലയിലാണ് ഈ ബസ് വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളത്? ബസ് മേടിച്ച് വ്യവസായം നടത്തുന്ന ബസ് ഉടമകള് ചെക്കിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളെ ഇറക്കിയിട്ട് വണ്ടി തിരിച്ചു പോകണ ചില ബസ് ഉടമകളുണ്ട്. എന്താ അവർ ചെയ്ത തെറ്റ്? അവർക്ക് വ്യവസായം നിലനിൽക്കാൻ വേണ്ടി ഈ കിട്ടുന്നത് 300-400 രൂപ എത്രയോ ബസ് ഉടമകൾ ഈ മേഖലയിൽ അത്ര അധികം ബസ് ഉടമകൾ നമ്മളെ ബന്ധപ്പെട്ട് വിളിക്കുന്നത്. ഇനി ബുധനാഴ്ചയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തൃശൂർ ജില്ലയിൽ മാത്രമല്ല ഈ പരിപാടി, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ സംസ്ഥാന ഫെഡറേഷന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ ജില്ലകളിലും ഒരേ സമയത്ത് കൂട്ടധാരണ സംഘടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.
വിപണി അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4825 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4440 രൂപ വരെ, രണ്ടാം തരം 2650 രൂപ മുതൽ 3350 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂർ വീരനായിക ഇറോം ശർമിളയ്ക്ക് പഴഞ്ഞി MD കോളേജിൽ രാജകീയ സ്വീകരണം. കാട്ടകമ്പാൽ യൂത്ത് സമ്മിറ്റ് 2017 ഇന്നോടെ സമാപനം. പാർത്താറ്റ് ബാവ പള്ളിയിലേക്ക് കാൽനട തീർത്ഥാടകരുടെ പ്രവാഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ മത്സരങ്ങൾ പഴഞ്ഞി MD കോളേജിൽ തുടരുന്നു. പെങ്ങാമുക്ക് GLP, കൊരട്ടിക്കര GUP സ്കൂളുകളിൽ മികവുത്സവം നടന്നു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.